സമരം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം നടത്തേണ്ടതാണ് എന്ന് 10 കൊല്ലം വിചാരിച്ച ഒരു സംഘടനയുണ്ട് ഇവിടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ടായിരുന്നു 10 വർഷം അവർ നിശബ്ദരായി. രാജാവ് പറയുന്നതെല്ലാം ശരിയെന്ന് ഏറാൻ മൂളികളെ പോലെ അവർ അംഗീകരിച്ചതിന്റെ ദുരന്തമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. തെറ്റുകണ്ടാൽ മിമ്പറിൽ നിൽക്കുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് എന്റെ ഈ കുപ്പായത്തിന് എത്ര നീളം എന്ന് ചോദിക്കാൻ കാണിച്ച ആർജവത്തിന്റെ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ ഉയർത്തി കാണിക്കേണ്ടത് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് സ്നേഹപൂർവ്വം പറയുകയാണ്. ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴൊക്കെ, പൊതുപ്രവർത്തനം നടത്തുമ്പോഴൊക്കെ നമ്മൾ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളൊരു ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. കൂടെ നിൽക്കുന്നവൻ അവൻ്റെ സ്വാഭാവികമായ ജീവിതത്തിൽ എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന്, നമുക്കൊരു കരുത്തായും നമ്മളുടെ ഒരു ആശയമായും നമ്മളുടെ ഒരു ശക്തിയായും ഒക്കെ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതിൽ നിന്ന് ഈ ആശയത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ചിലരൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്കതൊട്ടും സന്തോഷമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. പ്രത്യേകിച്ച് ലീഗിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. മൻസൂറിനെയും ഷുക്കൂറിനെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ, നാദാപുരത്തൊക്കെയുള്ള കുറേ നമ്മുടെ സഹോദരന്മാർ, അവരെയൊക്കെ ആലോചിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകാവുന്ന ഒരു സങ്കടം അങ്ങനെയാണ്. രക്തസാക്ഷികൾ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഉണ്ടാവരുതേ എന്ന് നമ്മുടെ സഹോദരന്മാർ, നമ്മളുടെ അനുജന്മാർ, നമ്മളുടെ ജ്യേഷ്ഠന്മാർ, നമ്മളുടെ സഹപ്രവർത്തകന്മാർ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകരുതേ എന്ന് ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തന രീതിയാണ് ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യ പ്രവർത്തനം എന്നത് എല്ലാവർക്കും അറിയാം. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസുമായി തർക്കമുണ്ടാകുന്ന സമയത്ത് ആ തർക്കത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഗാന്ധിജി. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ കൂടി ഉണ്ടാവണം ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനോട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഗാന്ധിജി പറയുന്നുണ്ട്. നിങ്ങൾക്ക് കൂടി ഉള്ളതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കുറെ കൂടെ അഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയ സമീപന രീതികൾ, അതിനോട് വിയോജിക്കുന്ന ഗാന്ധിജി പറയുന്ന ഒരു കാര്യമുണ്ട്. കാര്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ബ്രിട്ടീഷുകാരൻ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ മടി കാണിക്കാത്തവരുമാണ്. നമ്മൾ ഈ നാടിനു വേണ്ടി സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഈ സമരം, സ്വാതന്ത്ര്യം കിട്ടിയാൽ അത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. നമ്മളിൽ കുറേ പേരില്ലാതെയായിട്ട് മറ്റുള്ളവർക്ക് കിട്ടേണ്ടതാണോ സ്വാതന്ത്ര്യം? നമ്മളെല്ലാവരും ചേർന്നത് ആഘോഷിക്കുമ്പോഴല്ലേ, നമ്മളെല്ലാവരും ചേർന്ന് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴല്ലേ അതിന് സൗന്ദര്യമുണ്ടാവുക? രക്തച്ചൊരിച്ചിലിൻ്റെ രാഷ്ട്രീയത്തെ ഞാൻ പിന്തുണക്കാത്തത് അതുകൊണ്ടാണ് എന്ന് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം എവിടെയാണെന്നറിയില്ല, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് വ്യക്തതയില്ല. എന്നിട്ടും അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾക്ക് കൂടിയുള്ളതാണ് ഈ സ്വാതന്ത്ര്യം, ഇതനുഭവിക്കാൻ നിങ്ങൾ ഈ രാജ്യത്ത് വരണമെന്നാണ്. അതാണ് പൊതുപ്രവർത്തനത്തിൻ്റെ ആന്തരികമായ സത്ത. മൻസൂറിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും അത് തന്നെയാണ്. ഇതുപോലെ ഒരു പാർട്ടി പരിപാടിയിൽ, ഇതുപോലെ ഒരു പൊതുസമ്മേളനത്തിൽ, ഇന്നലെയൊക്കെ കഴിഞ്ഞുപോയ പാർട്ടി ക്ലാസുകളിൽ നിങ്ങൾ ഈ ഇരിക്കുന്നവരെ പോലെ തന്നെ നിങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും മൻസൂറും ഉണ്ടാകണമായിരുന്നു. അപ്പോഴേ നമുക്കതിൻ്റെ സന്തോഷമുണ്ടാവുമായിരുന്നുള്ളൂ, ആഹ്ലാദമുണ്ടാകുമായിരുന്നുള്ളൂ. മൻസൂറിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് ആ വേദന കൊണ്ട് അല്ലാതെ,
അതൊരാഘോഷമാക്കുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ ആഘോഷമാക്കുന്ന രീതി ലീഗിൻ്റെ രാഷ്ട്രീയമല്ലെന്ന് പറഞ്ഞു വെക്കാനാണ് ഞാൻ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ് നേരത്തെ പറഞ്ഞു, നാസർ മാഷ് ഇവിടെ പറഞ്ഞു, പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ നിരന്തരമായ രാഷ്ട്രീയ പീഡനങ്ങളുടെയും പകപോക്കലുകളുടെയും ഒക്കെ വലിയ പ്രയാസത്തെ അഭിമുഖീകരിച്ചാണ് നമ്മൾ 10 വർഷക്കാലത്തെ തരണം ചെയ്തത്. അത് പഞ്ചായത്തുകളിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, വളരെ കൃത്യമായ രാഷ്ട്രീയ പകപോക്കലുകൾക്ക് അളന്നു മുറിച്ചു പ്ലാൻ ചെയ്ത് പഞ്ചായത്തുകളിലായാൽ പോലും ഞാനൊക്കെ ഇന്ന് ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പാർട്ടി ഏൽപ്പിച്ച ഒരു LSGDയുടെ ഒരു മന്ത്രി എന്ന നിലക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന നിലക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നിമിഷം മുതൽ ഇന്ന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വരെ നമ്മുടെ മുമ്പിൽ വരുന്ന മനുഷ്യരെ ഞാൻ നോക്കാറുണ്ട്. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ, സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന നിരവധി ഇഷ്യൂസുകളുണ്ട്. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പെൻഷന്റെ പ്രശ്നം വരുമ്പോൾ ആ പെൻഷനുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ ശിവമീരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. പെൻഷന്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ട് ഒരാൾ ഒരു പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്ന സമയപ്പോഴാണ്, ഏത് കാലത്താണ്? നിങ്ങൾ മനസ്സിലാക്കുക, അയാൾ താമസിക്കുന്ന വീട്ടിൽ ഒരു AC ഉണ്ടെങ്കിൽ അയാൾക്ക് പെൻഷൻ കൊടുക്കൂല എന്നാണ് നിഷേധിക്കുകയാണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നം. നിലവിലുള്ള നിയമമാണ്. കുറേ ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പരാതി പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഒരു വീട്ടിൽ ഒരു പക്ഷേ ആ വീട്ടിലെ ഈ മനുഷ്യൻ പെൻഷൻ വാങ്ങുന്ന ആൾ, അയാളത് ഉപയോഗിക്കുന്ന ആളായിരിക്കാം, അല്ലായിരിക്കാം. ഒരു വീട്ടിലൊരു AC വെക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ്. തിരുവനന്തപുരത്ത് നിങ്ങൾ വന്നു നോക്കിയാൽ ഏകദേശം എല്ലാ സെക്രട്ടേറിയറ്റിലെ എല്ലാ ഓഫീസുകളും AC ആണ്, എല്ലായിടത്തും AC ആണ്. അത് ആഡംബരമായിട്ടാണോ? അവരുടെ വർക്കുകൾ നടന്നു പോകണമെങ്കിൽ ആ AC ഇല്ലാതെ കഴിയില്ല. നമ്മുടെ ക്ലൈമറ്റൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഒരു AC ഉള്ളത് കൊണ്ട് അവർക്ക് പെൻഷൻ കിട്ടില്ല അത്രേ. ഞാൻ ഇതിനെക്കുറിച്ച് വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു. ആ മുറിയിൽ AC ഉണ്ട്, ഞങ്ങളതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറേ ചെറിയ പ്രശ്നങ്ങൾ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന, നേരത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ട് നിന്നിട്ടുള്ള ആൾ എന്നുള്ള നിലക്ക് അന്നൊക്കെ ഉള്ള ഇഷ്യൂസുകൾ മാത്രമല്ല, നിരവധി പ്രശ്നങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാരാകുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു കടൽ പോലെ പരന്നു കിടക്കുന്ന എല്ലാ മേഖലകളിലുമുള്ള സമൂഹത്തിലെ എല്ലാ തട്ടുകളിലുമുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ മുമ്പിൽ വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു ഭരണകൂടം ഉണ്ടാവാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത ആളുകളാണ് നിങ്ങൾ. ജയന്തി ഇവിടെയുണ്ട്. തലമുടി നാരിടയുടെ വ്യത്യാസത്തിലാണ് CPM-ന്റെ കോട്ട എന്ന് പറയുന്ന ഈ നിയോജക മണ്ഡലത്തെ അട്ടിമറിക്കാനുള്ള ഒരു സാഹചര്യത്തെ ചെറിയ ഒരു തലമുടി നാരിയുടെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയത്. ഈ പോരാട്ടത്തിൽ ജയന്തി തോൽക്കുകയല്ല, സത്യത്തിൽ ജയന്തി ജയിക്കുകയാണ് ചെയ്തത് എന്ന് ഇടതുപക്ഷക്കാർക്കറിയാം. നിയമസഭയിലിരിക്കുന്ന ജയന്തിയോട് മത്സരിച്ച ആളുടെ വൈക്ലഭ്യം കണ്ടാൽ അറിയാം, ഒരു ജയിച്ചു വന്ന സന്തോഷമല്ല ശരിക്കുണ്ടാവുന്നത്. നല്ല പോരാട്ടം നടത്തി ഇവിടുത്തെ പ്രവർത്തകന്മാർ, ഇവിടുത്തെ നേതാക്കന്മാർ. ഞാൻ അവരെ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുകയാണ്. രാഷ്ട്രീയമായിട്ട് നമ്മൾ ഉയർത്തിയ പ്രശ്നങ്ങൾ, ഒരു ഭരണകൂടം വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത്. ഇനി ആ ഭരണകൂടത്തിന്റെ വാഴ്ത്തുപാട്ടുകാരായിട്ട് നടക്കുകയല്ല പാർട്ടിയുടെ പ്രവർത്തകന്മാർ ചെയ്യേണ്ടത് എന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എന്ത് തരത്തിലുള്ള ഭരണമായിരുന്നോ ആഗ്രഹിച്ചത്, ആ ഭരണം അതുപോലെ നടന്നു കിട്ടാനുള്ള നല്ല വിമർശകരായി, നിർദ്ദേശകരായി, ഉപദേശകരായി തന്നെയാണ് പൊതുപ്രവർത്തനം നടത്തേണ്ടത്. ഭരണകർത്താക്കൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കാനുള്ള ബാധ്യതയൊന്നും അനുയായികൾക്കില്ല, പാർട്ടിയിലെ പ്രവർത്തകന്മാർക്കും ഇല്ല. അങ്ങനെ വിചാരിക്കുന്ന പാർട്ടിയല്ല ലീഗ് രാഷ്ട്രീയ പാർട്ടി. ഭരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയാൽ പാർട്ടിയുടെ മീറ്റിങ്ങുകളിൽ, പാർട്ടിയുടെ ഉത്തരവാദിപ്പെട്ട ഇടങ്ങളിൽ അത് അറിയിക്കേണ്ട ആളുകളെ ജനാധിപത്യപരമായി അറിയിക്കാനുള്ള അവസരങ്ങളിൽ അറിയിച്ചുകൊണ്ട് തന്നെ, തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് തന്നെ, അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ
പാർട്ടി പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇനിയുള്ള കാലങ്ങളിൽ. സമരം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം നടത്തേണ്ടതാണ് എന്ന് 10 കൊല്ലം വിചാരിച്ച ഒരു സംഘടനയുണ്ട് ഇവിടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ടായിരുന്നു 10 വർഷം അവർ നിശബ്ദരായി. രാജാവ് പറയുന്നതെല്ലാം ശരിയെന്ന് ഏറാൻ മൂളികളെ പോലെ അവർ അംഗീകരിച്ചതിന്റെ ദുരന്തമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. റൂമിയുടെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. റൂമി പറയുന്നുണ്ട്, പടച്ച തമ്പുരാനെ, മിത്രങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ, ശത്രുവിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്നാണ്. ഭരണം വന്നാൽ മിത്രങ്ങളെ കൊണ്ടാണ് എല്ലാവരും ബുദ്ധിമുട്ടുക. ശത്രുവിനെ നമുക്ക് മനസ്സിലാവുമല്ലോ. എന്ത് ചെയ്താലും നല്ലതാണ്, ഉഷാറാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയല്ല ചെയ്യേണ്ടത്. തെറ്റു കണ്ടാൽ മിമ്പറിൽ നിൽക്കുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് എന്തേ ഈ കുപ്പായത്തിന് എത്ര നീളം എന്ന് ചോദിക്കാൻ കാണിച്ച ആർജവത്തിന്റെ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ ഉയർത്തി കാണിക്കേണ്ടത് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് സ്നേഹപൂർവ്വം പറയുകയാണ്. സ്തുതിപാടി നടക്കുകയുമല്ല ചെയ്യേണ്ടത്. വിചാരിക്കുന്നതല്ല സംഭവിക്കുന്നതെങ്കിൽ, വിചാരിക്കുന്ന രൂപത്തിലല്ല ഭരണം പോകുന്നതെങ്കിൽ അതിനെ നേർവഴിക്കാക്കുവാൻ, കറക്റ്റ് ചെയ്യുവാൻ, സംഘടനാപരമായ രീതിയിൽ തന്നെ വിമർശിക്കുവാൻ പാർട്ടി പ്രവർത്തകന്മാർ അവരുടെ ഉത്തരവാദിത്തത്തെ കാണിക്കണമെന്നാണ്. അതല്ലാതെ സംഘടനാപരമല്ലാത്ത രീതികളിൽ ചെയ്യാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒപ്പം നിങ്ങൾ ആവശ്യമുള്ളിടത്തൊക്കെ തിരുത്താൻ സഹായിക്കുകയും, തിരുത്തേണ്ടി വന്നാൽ തിരുത്താൻ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുന്നു.